ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ S21 Ultrയും S23 Ultrയും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ റൈറ്റ് സൈഡിൽ S21 Ultra ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ S23 Ultra ഉണ്ട്. ഞാൻ മുന്നേ S23 Ultrയുടെ പ്രീ ഓർഡറിൻ്റെ ഫുൾ കിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതിൽ S23 Ultra, സാംസങ് ഗാലക്സി വാച്ച് 4 ക്ലാസിക് LTE മോഡൽ, ഗാലക്സി ബഡ്സ് 2, പിന്നെ 25 വാട്ടിൻ്റെ ട്രാവൽ അഡാപ്റ്ററും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജറും പിന്നെ ബാക്ക് കവറും ഇതൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഫുൾ അൺബോക്സിങ്ങും ഫുൾ റിവ്യൂവും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൺ സൈഡ് ടു സൈഡ് ഞാൻ കമ്പാരിസൺ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ S23 Ultrയും റൈറ്റ് സൈഡിൽ S21 Ultrയാണ്. S21 Ultrയുടെ ബട്ടൺസ് കുറച്ചും കൂടി തിന്നാണ്, S23യുടെ കുറച്ചും കൂടി തിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അടിയിലേക്ക് നോക്കാം. സോ ഇവിടെ മുകളിലുള്ളതാണ് S21 Ultra, അടിയിലുള്ളതാണ് S23 Ultra. സോ ഇവിടെ എല്ലാം ഇൻവേർട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് S23 Ultrയിൽ ആദ്യം തന്നെ സിം ഇജക്ടർ ടൂള്, ഒരു മൈക്ക്, പിന്നെ USB-C ടൈപ്പ്, പിന്നെ ഒരു മൈക്ക്, പിന്നെ നമ്മുടെ AKG പവർഡ് സ്പീക്കറും പിന്നെ S Pen ആണ്. S21 Ultrയിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം തന്നെ കാണുന്നത് സ്പീക്കേഴ്സാണ്. അടുത്ത് തന്നെ വരുന്നത് നമ്മുടെ USB-C ടൈപ്പാണ്. അതിനുശേഷം ഒരു മൈക്ക് വരുന്നുണ്ട്. ഇനി അതിനുശേഷം കാണുന്നതാണ് സിം ഇജക്ടർ ട്രേ. ഇനി ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിലും ബട്ടൺസ് ഒന്നും വരുന്നില്ല. പിന്നെ ഇനി നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ S21 Ultrയ്ക്ക് 2 മൈക്കും S23 Ultrയ്ക്ക് 1 മൈക്കും കാണാൻ പറ്റും. ഇനി അടുത്ത് ഫ്രണ്ട് ക്യാമറ കമ്പയർ ചെയ്യുകയാണെങ്കിൽ S23 Ultrയ്ക്ക് 12 മെഗാ എപ്പർച്ചർ 2.2 26mm ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് വൈഡ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതിന് ഇൻബിൽഡ് ആയിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് സ്ക്രീൻ ഗാർഡൊന്നും വരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ S21 Ultrയ്ക്ക് നോക്കുകയാണെങ്കിൽ അതിൽ 40 മെഗാ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. എപ്പർച്ചർ 2.2 വൈഡ് ആംഗിൾ ലെൻസ് ആണ്. അതുപോലെ തന്നെ രണ്ടിനും 4K 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ S21 Ultrയ്ക്ക് ഇൻബിൽഡ് ആയിട്ട് ഓൾറെഡി ട്രാൻസ്പാരൻറ്റ് ഒരു സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. ഇനി ബാക്ക് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടിലും ഏറ്റവും ആദ്യം വരുന്നത് 12 മെഗാ എപ്പർച്ചർ 2.2 120 ഡിഗ്രി അൾട്രാ വൈഡ് ലെൻസാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് S23 Ultrയിൽ 200 മെഗാ എപ്പർച്ചർ 1.7 24mm വൈഡ് ലെൻസാണ് വരുന്നത്. നേരെ മറിച്ച് S21 Ultrയിൽ 108 മെഗാ എപ്പർച്ചർ 1.8 24mm വൈഡ് ലെൻസാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് രണ്ടിലും 10 മെഗാ എപ്പർച്ചർ 4.9 10x ഒപ്റ്റിക്കൽ സൂമുള്ള പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. ആകെക്കൂടിയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ S23 Ultrയുടെ ഫോക്കൽ ലെങ്ത്ത് 230mm ആണ്, S21 Ultrയുടെ ഫോക്കൽ ലെങ്ത്ത് ഇതിൽ 240mm ആണ്. ഇനി ലാസ്റ്റ് ക്യാമറ നമുക്ക് രണ്ടിലും വരുന്നത് 10 മെഗാ എപ്പർച്ചർ 2.4 3x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസാണ്. അതിൽ S23 Ultrയ്ക്ക് 70mm ഫോക്കൽ ലെങ്ത്തും S21 Ultrയ്ക്ക് 72mm ആണ് ഫോക്കൽ ലെങ്ത്ത് വരുന്നത്. പിന്നെ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ S21 Ultrയ്ക്ക് 8K 24 ഫ്രെയിംസ് വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മാക്സിമം പറ്റുള്ളൂ. നേരെ മറിച്ച് S23 Ultrയ്ക്ക് 8K 30 ഫ്രെയിംസ് വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ആർമർ കേസ് കാണിച്ചു തരാം. ഇതിൽ S21 Ultrയുടെ സ്പൈജൻ്റെ ആർമർ കേസാണ്, S23 Ultrയുടെ ഫെരാരിയുടെ ആർമർ കേസാണ്. സോ ഇത് ഞാൻ രണ്ടും ഇതിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ 2 കവർ ഇതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ആർമർ കേസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അതിൽ ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം സമയമൊന്നും കളയാണ്ട് നമുക്ക് നേരെ ക്യാമറ കമ്പാരിസണിലേക്ക് കിടക്കാം. സോ ഞാനിവിടെ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് S21 Ultrയും S23 Ultrയുടെയും ഫോട്ടോ കമ്പാരിസൺസ് ആണ്. സോ ഞാൻ ആദ്യം തന്നെ നേരെ ഗാർഡനിലേക്ക് പോയിട്ട് നോർമൽ 1x ക്യാമറ സൂമിലെടുത്ത കുറച്ച് പൂക്കളുടെയും അതേപോലെ ഗാർഡൻ്റെയും ഫോട്ടോസാണ്. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ ഏകദേശം കളറിൻ്റെയും എക്സ്പോഷറിൻ്റെയും ഒക്കെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ കാണുന്നതാണ് S21 Ultrയുടെ 40 മെഗാ ഫ്രണ്ട് ക്യാമറ സെൽഫിയും അതേപോലെ തന്നെ S23 Ultrയുടെ 12 മെഗാ ഫ്രണ്ട് ക്യാമറ സെൽഫിയും. ഇനി അടുത്ത് കാണുന്നത് ഏറ്റവും വലിയ മെഗാ എടുത്ത ഫോട്ടോസാണ്. അതായത് S21 Ultrയുടെ 108 മെഗാ S23 Ultrയുടെ 50 മെഗാ ആണ്. അത് ക്രോപ്പ് ചെയ്താൽ ഇങ്ങനെയാണ് ക്വാളിറ്റി ഡിഫറൻസ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ S21 Ultrയുടെ 109 മെഗാ അതുപോലെ തന്നെ S23 Ultrയുടെ 200 മെഗാ ക്യാമറ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അത് ക്രോപ്പ് ചെയ്താൽ ഇതാണ് ക്വാളിറ്റി ഡിഫറൻസ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കൂടി ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നമ്പേഴ്സ് നോക്കിയാൽ മനസ്സിലാവും രണ്ടും ഏകദേശം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല വലിയ ഏരിയാസിലൊക്കെ എടുക്കുമ്പോഴാണ് അത് ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് കുറച്ച് പോർട്രേറ്റ് ഷോട്ട്സ് ആണ്. ഇത് 1x സൂമിലാണ്. ഞാൻ ആദ്യം തന്നെ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ എടുത്താണ് ഇത് കാണുന്നത്. അതിൽ S23 Ultrയ്ക്ക് കുറച്ചും കൂടി നന്നായി ഡിറ്റക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ഫോട്ടോ പോർട്രേറ്റ് 1x എടുത്തതാണ്.
ഇത് 3x എടുത്തതാണ്. നമുക്ക് ആ ക്വാളിറ്റി ഡിഫറൻസ് കറക്റ്റ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പോർട്രേറ്റ് സെൽഫി ക്യാമറയിൽ എടുത്തതാണ്. നമുക്കതിൽ S23 Ultrയുടെ ഫോട്ടോ കുറച്ചും കൂടി നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് S21 Ultrയുടെയും S23 Ultrയുടെയും സൂം ലെവൽ കമ്പാരിസണോ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ആണ്. ഈ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നമ്മൾ വൈഡ് ആംഗിളിൽ എടുത്ത ഷോട്ടാണ്. അതിനുശേഷം നമ്മൾ 1x സൂമിൽ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഏകദേശം ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ നമ്മൾ നേരെ 3x സൂമിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ നേരെ 10xയിലേക്കാണ് സൂം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ആ ബോർഡാണ് ഞാൻ എടുക്കാൻ നോക്കുന്നത്. ഇനി അടുത്ത് 30x ആണ്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ രണ്ടെണ്ണത്തിനും ഡിഫറൻസ്. 30xയിലാണ് നല്ല ഡിഫറൻസ് അറിയുന്നത്. അതുപോലെ തന്നെ 100xയിൽ കണ്ടില്ലേ, നല്ല ഡിഫറൻസ് തോന്നിക്കുന്നുണ്ട്. സോ S23 Ultrയുടെ ക്യാമറ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 100x ക്വാളിറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ. സോ ഇവിടെ ഇതേപോലെ തന്നെ വൈഡ് ആംഗിൾ ഷോട്ട്, അതുപോലെ തന്നെ 1x സൂം, പിന്നെ നമുക്ക് 3x സൂം. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എവിടെ സൂം ചെയ്യണമെന്ന് മനസ്സിലാവില്ല. അടുത്ത 10x ഷോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ദൂരെ കാണുന്ന ആ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് 30x സൂമാണ്. സോ ഏകദേശം എക്സ്പോഷറിൻ്റെയും ആ കളറിൻ്റെയും ഡിഫറൻസ് അറിയാൻ പറ്റും ഇവിടെ. ഇനി ഇത് 100x സൂമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഏകദേശം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് 0.6x സൂമിൽ അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് തോന്നിക്കും. സോ നമ്മൾ ആദ്യം തന്നെ 1x സൂം എടുത്തു. ഇനി അടുത്ത് നമ്മൾ നേരെ 3x സൂം ചെയ്യുന്നു. സോ ഇതിന് ശേഷം 10xൽ എത്തുമ്പോൾ എവിടെ സൂം ചെയ്യണമെന്ന് മനസ്സിലാവും. ഞാൻ നേരെ ആ ബോർഡാണ് സൂം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് 30x ആണ്. 30xൽ തന്നെ നമുക്ക് ആ ക്വാളിറ്റി ഡിഫറൻസ് മനസ്സിലാവും. ഇനി അടുത്ത് 100x ആണ്. 100x നമുക്കൊന്നും പറയാനില്ല, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിന് ക്വാളിറ്റി ഡിഫറൻസ് കണ്ടില്ലേ. ഇനി അടുത്ത സൂം ലെവൽ കാണിക്കുന്നത് ഒരാൾ നിൽക്കുമ്പോൾ ആളുടെ ഫേസിലേക്ക് എത്രത്തോളം ക്വാളിറ്റി ഡിഫറൻസ് സൂം ലെവലിൽ അറിയേണ്ടതാണ്. സോ അതിന് തന്നെ വൈഡ് ആംഗിൾ ഷോട്ടാണിത്. അതിനുശേഷം ഇതാണ് 1x സൂം. സോ ഞാൻ അവിടെ ആ അറ്റത്ത് ഫൗണ്ടൈൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇനി അടുത്ത് ഈ കാണുന്നതാണ് 3x സൂം. സോ ഇതിൽ എന്നെ കുറച്ചും കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഇനി 10x സൂം എടുക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടിയും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ ആ ക്വാളിറ്റി ഡിഫറൻസ് മനസ്സിലാക്കാം. ഇവിടെ 30x സൂമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ സാച്ചുറേഷൻ ലെവലും ക്വാളിറ്റിയുടെയും ഡിഫറൻസ്. 100x സൂം നോക്കിയാൽ തന്നെ മനസ്സിലാവും എൻ്റെ ഫേസ് എത്രത്തോളം ക്ലിയർ ആണെന്ന്. സോ S23 Ultrയുടെ 100x സൂം നമുക്ക് യൂസബിൾ ആണ്. ഇനി അടുത്ത് നമ്മൾ S21 Ultrയുടെയും S23 Ultrയുടെയും വീഡിയോ കമ്പാരിസൺസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ S21 Ultrയുടെ 4K 60 ഫ്രെയിംസിലെടുത്ത വീഡിയോ റെക്കോർഡിംഗ് ആണിത്. ഇത് നമ്മൾ S23 Ultrയിൽ 4K 60 ഫ്രെയിംസിലെടുത്ത വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇനി അടുത്തത് നമ്മൾ S21 Ultrയിൽ 4K 60 ഫ്രെയിംസിൽ 1x മുതൽ 10x വരെ സൂം ചെയ്ത ആ സൂം ലെവൽസ് ആണ്. ഇത് നമ്മൾ S23 Ultrയിൽ 4K 60 ഫ്രെയിംസിൽ 1x to 10x വരെ സൂം ചെയ്ത ആ ഒരു സൂം ലെവൽസ് ആണ് കാണിക്കുന്നത്. ഇത് നമ്മൾ S21 Ultrയിൽ 4K 60 ഫ്രെയിംസിൽ 10x മുതൽ 20x വരെ ഉള്ള സൂം ലെവൽസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ AC-യുടെ എക്സോസിൻ്റെ അവിടെ കാണുന്ന ലെറ്റേഴ്സ് കുറച്ച് ക്വാളിറ്റി കുറവാണ്. ഇത് നമ്മൾ S23 Ultrയിൽ 4K 60 ഫ്രെയിംസിൽ 10x മുതൽ 20x വരെ സൂം ചെയ്തിട്ടുള്ള സൂം ലെവൽസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ S21 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ AC-യുടെ എക്സോസിൻ്റെ അവിടെ എഴുതിയ ലെറ്റേഴ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നത് ഗാലക്സി S21 Ultrയിൽ 180pയിൽ 60 ഫ്രെയിംസിലെടുത്ത വീഡിയോ ആണ്. ഈ ഒരു റെസൊല്യൂഷനിൽ ഇടാൻ കാരണം നമുക്ക് 0.6x മുതൽ 20x വരെ അറ്റ് എ ടൈം നമുക്ക് സൂം ചെയ്യാൻ പറ്റുക ഈ ഒരു റെസൊല്യൂഷനിൽ ഇട്ടാൽ മാത്രമാണ്. സോ ഞാനിപ്പോൾ മാക്സിമം 20x വരെ സൂം ചെയ്തിട്ടുണ്ട്. സോ അതിലാണ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്. സോ ഇത്ര തന്നെ നമുക്ക് ക്വാളിറ്റി ഇതിൽ കിട്ടുന്നതാണ്. ഇനി ഞാൻ ഇതിൽ തന്നെ വേറൊരു ഏരിയയിൽ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ ഞാൻ സൂം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ദൂരെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. അങ്ങോട്ട് സൂം ചെയ്താലാണ് ആ 20xൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. സോ ഒരു 10x കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു ക്വാളിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 20x ഇടുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുക.
ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഗാലക്സി S23 അൾട്രയിൽ 180p at 60 ഫ്രെയിംസിൽ 0.6x മുതൽ 20x വരെയുള്ള കണ്ടിന്യൂസ് സൂമാണ് കാണിക്കുന്നത്. സോ ഞാനിവിടെ ഇപ്പോൾ മാക്സിമം 20x സൂമിലേക്ക് വരെ സൂം ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കിയാൽ S21 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അതായത് കളറിലും അതേപോലെ തന്നെ ഒരു ക്വാളിറ്റിയിലും ചെറുതായിട്ടൊരു ഡിഫറൻസാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് നേരത്തെ കാണിച്ച പോലെ സൂം ചെയ്യുന്നുണ്ട്. ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ്, ആ ദൂരെ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് സൂം ചെയ്യുന്നത്. സോ നമ്മൾ 0.6x മുതൽ 10x എത്തുമ്പോൾ നേരത്തെ കണ്ട പോലെ ഒരു സ്വിച്ചിങ് ഉണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് 20x വരെ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കാണുന്നത് ഗാലക്സി S21 അൾട്രയിൽ 4K at 60 ഫ്രെയിംസിൽ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുത്ത ഒരു സെൽഫി വീഡിയോ ആണ്. സോ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോഷർ ലെവൽസ് ഇങ്ങനെ മാറുന്നത് കാണാൻ പറ്റും. സോ ഞാൻ ഓരോ ഡയറക്ഷനിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ S23 അൾട്രയിൽ 4K at 60 ഫ്രെയിംസിൽ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ S21 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കളറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. കാരണം S21 അൾട്രയിൽ സാച്ചുറേഷൻ ലെവൽ കുറച്ച് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ എക്സ്പോഷർ ലെവലൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. അധികം ആ ഒരു ഡിഫറൻസ് അറിയണില്ല. ഇനി അടുത്ത് നമ്മൾ അതേപോലെ തന്നെ S21 അൾട്രയിൽ 4K at 60 ഫ്രെയിംസിൽ പോർട്രേറ്റ് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ചെറിയൊരു സ്റ്റെബിലിറ്റിയുടെ ഒരു കുറവുണ്ട്. നമുക്ക് ആ ഷേക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കുഴപ്പമില്ല, എന്നാലും നമ്മുടെ എഡ്ജിലൊക്കെ ആ ബ്ലർ വരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ S23 അൾട്രയിൽ 4K at 60 ഫ്രെയിംസിൽ പോർട്രേറ്റ് ഫ്രണ്ട് ക്യാമറയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റഡിയാണ്. അതുപോലെ തന്നെ എഡ്ജസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഐഫോണിൻ്റെ സിനിമാറ്റിക് മോഡായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയതാണ്. ഇത് സാംസങ്ങിൻ്റെ S21 അൾട്രയുടെ സൂപ്പർ സ്റ്റഡി മോഡാണ്. ഇതിൽ മാക്സിമം 180p ആണ് ക്വാളിറ്റി കിട്ടുള്ളൂ. അതായത് നമ്മൾ ഓടുന്ന സമയത്തൊക്കെ നല്ല സ്റ്റഡി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റണം. പക്ഷേ എന്നാലും ഇതിൽ ചെറിയൊരു ഷേക്കുണ്ട്. അതേപോലെ 180p എന്ന് പറഞ്ഞാലും തീരെ ക്വാളിറ്റി ഇല്ല. ഇനി നമുക്ക് അടുത്തത് S23 അൾട്രയുടെ സൂപ്പർ സ്റ്റഡി മോഡ് നോക്കാം. അതിൽ നമുക്ക് മാക്സിമം 4K വരെ നമുക്ക് ക്വാളിറ്റി കിട്ടും. അതുപോലെ തന്നെ നല്ല സ്റ്റഡിയാണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും നല്ല സ്റ്റഡിയാണ്. അത് ആക്ച്വലി ഐഫോണിൻ്റെ സൂപ്പർ സ്റ്റഡി മോഡ് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കഴിഞ്ഞാലും വീഡിയോ കിട്ടും. ഇനി അടുത്തത് സ്ലോ മോഷനാണ്. നമ്മൾ S21 അൾട്രയുടെയും S23 അൾട്രയുടെയും സൂപ്പർ സ്ലോമോ, അതായത് 960 FPS എടുത്ത ആ രണ്ട് വീഡിയോസാണ് സൈഡ് ടു സൈഡ് കാണിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ S23 അൾട്രയ്ക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. S21 അൾട്രയ്ക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു കോൺട്രാസ്റ്റ് ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു വീഡിയോ ആയിട്ടാണ് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് S21 അൾട്രയും S23 അൾട്രയും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺസ് വരുന്നത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.